नमस्कार बच्चों, आज हम देखेंगे हरिशंकर परसाई द्वारा लिखित एक व्यंग्यात्मक रचना सदाचार का तावीज़। हरिशंकर परसाई जी हिंदी साहित्य के एक श्रेष्ठ व्यंग्यकार है तथा सदाचार का तावीज़ एक प्रसिद्ध व्यंग्यात्मक रचना है। അപ്പോൾ നമുക്ക് സദാചാർ കാ താവീസ് എന്ന വ്യംഗ്യരചന എന്താണെന്ന് നോക്കാം. सदाचार का तावीज़। एक राज्य में हल्ला मचा कि भ्रष्टाचार बहुत फैला गया है। राजा ने एक दरबारियों से कहा, प्रजा बहुत हल्ला मचा रही है कि सब जगह भ्रष्टाचार फैला हुआ है। हमें तो आज तक कहीं नहीं दिखा, तुम लोगों को दिखा हो तो बताओ. അപ്പോൾ ഒരു രാജ്യത്ത് ഭയങ്കര ബഹളമാണ്. ഭ്രഷ്ടാചാർ ബഹുത് ഫൈലാ ഗയാ ഹെ എന്ന് പറഞ്ഞിട്ട്. ഭ്രഷ്ടാചാർ എന്ന് വെച്ചാൽ അഴിമതി നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രജകൾ മുഴുവൻ പരാതി പറയാണ്, ബഹളം വെക്കുകയാണ്. ലാസ്റ്റ് പരാതി രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ രാജാവ് കൊട്ടാരത്തിലെ ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ദർബാരിയോം സെ കഹാ, നമ്മുടെ പ്രജകൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്, ഇവിടെ എല്ലാ സ്ഥലത്തും ഭ്രഷ്ടാചാർ സ്പ്രെഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഭ്രഷ്ടാചാറിനെ കാണുകയാണെങ്കിൽ എന്നോട് പറയണം, എന്നിട്ട് അത് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം എന്ന് പറയാണ്. ഇത് പർസായിജി എഴുതിയിട്ടുള്ള വ്യംഗ്യരചനയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊരു സാങ്കല്പിക രാജ്യമാണ് കേട്ടോ. അപ്പോൾ രാജാവ് പ്രജകളുടെ നിന്ന് കിട്ടിയിട്ടുള്ള പരാതി കൊട്ടാരത്തിൽ അവതരിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഈ ഭ്രഷ്ടാചാർ അഴിമതിയെ കണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് രാജാവ് പറയുന്നു. ദർബാരിയോं ने कहा, जब हुजूर को नहीं दिखा तो हमें कैसे दिख सकता है. അപ്പോൾ ഒരു ദർബാരി പറയണം, കൊട്ടാരത്തിലുള്ള ബാക്കി അന്തേവാസികളിൽ ഒരാൾ പറയാണ്, ഹുസൂറിന് രാജാവിന് കാണാൻ പറ്റാത്തത് ഞങ്ങൾക്ക് എങ്ങനെ കാണാനാണ്, ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ലല്ലോ, കാരണം രാജാവിനേക്കാളും ചെറിയ ആൾക്കാരല്ലേ ഞങ്ങൾ, അപ്പോൾ രാജാവിന് പറ്റാത്തത് ഞങ്ങൾക്കും പറ്റൂല എന്ന് ദർബാരി പറയാണ്. രാജാനെ കഹാ, नहीं ऐसा नहीं है, कभी कभी जो मुझे नहीं दिखता वो तुम्हें दिखता होगा, जैसे मुझे बुरे सपने कभी नहीं दिखते पर तुम्हें दिखते होंगे. അപ്പോൾ രാജാവ് പറയാണ്, അങ്ങനൊന്നുമില്ല, എനിക്ക് കാണാൻ പറ്റാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഞാൻ ഒരിക്കലും ഇന്ന് വരെ ദുസ്വപ്നങ്ങൾ കണ്ടിട്ടില്ല, ദുസ്വപ്നങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ദർബാരിയോं ने कहा, जी दिखते हैं पर वह सपनों की बात है. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സ്വപ്നങ്ങളുടെ കാര്യമല്ലേ, ഇത് ഭ്രഷ്ടാചാരം എന്ന് പറഞ്ഞാൽ സ്വപ്നമല്ലല്ലോ, അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ എന്ന് ദർബാരി പറയാണ്. രാജാനെ കഹാ, फिर भी तुम लोग सारे राज्य में ढूंढ कर देखो कि कहीं भ्रष्टाचार तो नहीं है, अगर कहीं मिल जाए तो हमारे देखने के लिए नमूना लेते आना, हम भी तो देखें कि कैसा होता है. രാജാവ് പറയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മുഴുവൻ ആൾക്കാരും ഈ രാജ്യം മുഴുവൻ അന്വേഷിക്കും. ടൂണ്ടുക്കൽ ദേക്കെന്ന് വെച്ചാൽ തെരഞ്ഞു നോക്കുക, ഭ്രഷ്ടാചാരം എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഭ്രഷ്ടാചാരനെ കണ്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് നമൂന എന്ന് വെച്ചാൽ സാമ്പിൾ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ, എനിക്കും കൂടെ കാണാമല്ലോ ഭ്രഷ്ടാചാരം എങ്ങനെയാണ് ഉള്ളതെന്ന്, എനിക്കും കാണണം എന്ന് പറയാണ്. एक दरबारी ने कहा, हुजूर वह हमें नहीं दिखेगा, सुना है वह बहुत बारीक होता है, हमारी आंखें आपकी विराटता देखने की इतनी आदत हो गई है कि हमें बारीक चीज़ नहीं दिखती. അപ്പോൾ ഒരു ദർബാരി പറയാണ്, രാജാവേ അത് നമുക്ക് കാണാൻ പറ്റൂല, അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അത് വളരെ ബഹുത് ബാരിക് ഹോത്ത ഹൈ. ബാരിക് എന്ന് വെച്ചാൽ നേർമയുള്ളത്, ഭയങ്കര നേർത്തതാണ്, കണ്ണിന് കാണാൻ പറ്റാത്തതാണ്. രാജാവിൻ്റെ വിശാലതയൊക്കെ കണ്ട് എല്ലാ സാധനങ്ങളും ഒരുപാട് കണ്ടിട്ട് ഇപ്പം ഞങ്ങൾക്കൊന്നും ചെറിയ സാധനങ്ങൾ കാണാനുള്ള കപ്പാസിറ്റി ഇല്ല, അത് കാണാനുള്ള കഴിവില്ല എന്ന് പറയാണ്. हमें भ्रष्टाचार दिखा भी तो उसमें हमें आपकी ही छवि दिखेंगी, क्योंकि हमारी आंखें में तो आपकी ही सूरत बसी है. ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരഞ്ഞ് ഭ്രഷ്ടാചാരം കിട്ടിയാലും
അതിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാജാവിൻ്റെ മുഖമായിരിക്കും. കാരണം ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം രാജാവിൻ്റെ കാര്യങ്ങളാണ്. ഞങ്ങളുടെ ശീലം തന്നെ മുഴുവൻ ഒരു ദിവസം മുഴുവൻ രാജാവിനെ കുറിച്ചാണ് കാണുന്നതും കേൾക്കുന്നതും. അപ്പം ഞങ്ങളുടെ ശീലവും രാജാവായി മാറിയിട്ടുണ്ട്. എന്ത് കണ്ടാലും രാജാവിനെ കുറിച്ച് ഓർക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇനി ഭ്രഷ്ടാചാരം കണ്ടാലും അതിൽ അങ്ങയുടെ സൂരത് ബസീഹെ അബ്കി ഹി സൂരത് ബസീഹെ എന്ന് വെച്ചാൽ രാജാവിൻ്റെ മുഖം തന്നെ ആയിരിക്കും. पर अपने राज्य में एक जाति रहती है जिसे विशेषज्ञ कहते हैं. इस जाति के पास कुछ ऐसा अंजन होता है कि उसे आंखों में ओंझ कर वो बारीक से बारीक चीज़ भी देख लेते हैं. मेरा निवेदन है कि इन विशेषज्ञों को ही हुजूर भ्रष्टाचार ढूंढने का काम सौंपे. അപ്പോൾ ആ ദർബാറിൽ തന്നെ അഭിപ്രായം പറയാണ്, ഞങ്ങൾക്ക് നേർത്തതൊന്നും ഭയങ്കര ബാരീക്കായിട്ടുള്ളതൊന്നും കാണാൻ കഴിയില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു കൂട്ടരുണ്ട്, ഒരു കൂട്ടം, ഒരു ജാതിയിലെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. വിശേഷജ്ഞൻ എന്നാണ് അവരെ പറയുന്നത്. അവരുടെ കയ്യിൽ ഒരു പ്രത്യേക തരം കാജലുണ്ട്, ഒരു കൺമഷിയുണ്ട്. ആ കൺമഷി ആങ്കോമേ ഔഞ്ചുക്കാർ കണ്ണിൽ പുരട്ടിയിട്ട് കൺമഷി എഴുതിയിട്ട് ഈ ബാരീക് ചീസിനെ നോക്കുകയാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ബാരീക് സെ ബാരീക് ചീസ് ബി ദേഖ് ലേത്തെ ഹേ. എത്ര നേർത്ത സാധനമാണെങ്കിൽ ഈ കൺമഷി പുരട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിശേഷജ്ഞനെ വിളിച്ചിട്ട് ഈ ഭ്രഷ്ടാചാർ ടൂണ്ടിനേക്കാം, ഈ ഭ്രഷ്ടാചാരനെ തിരയുന്ന ജോലി അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് ഒരു ദർബാറി അഭിപ്രായം പറയാണ്. राजा ने विशेषज्ञ जाति के 5 आदमी बुलाए और कहा, सुना है हमारे राज्य में भ्रष्टाचार है, पर वह कहाँ है ये पता नहीं चलता. तुम लोग उसका पता लगाओ. अगर मिल जाए तो पकड़कर हमारे पास ले आना. अगर बहुत हो तो नमूने के लिए थोड़ा सा ले आना. അപ്പോൾ രാജാവ് വിശേഷജ്ഞ ജാതിയിലെ 5 ആൾക്കാരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് പറയാണ്, അതെ, നമ്മുടെ രാജ്യത്ത് ഭ്രഷ്ടാചാരം ഉണ്ട് എന്ന് കേട്ടു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എവിടെയാണ്, അത് എങ്ങനത്തെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് പർ വ കഹാ ഹേ ഏ പതാ നഹി ചൽത്താ. ഭ്രഷ്ടാചാരം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലായി, പക്ഷെ അത് എവിടെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് ജായതോ പകടുക്കർ ഹമാരെ പാസ് ലേ ആന, നിങ്ങൾ അന്വേഷിക്കണം, കണ്ടു കിട്ടിയാൽ അതുകൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് വരണം. ഇനിയിപ്പോൾ ബഹുത് ഹോത്തോ നമൂനയ്ക്ക് ലിയെ തോടാസ ലേ ആന. ഒരുപാടുണ്ടെങ്കിലോ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭ്രഷ്ടാചാരം ഉണ്ടെങ്കിലോ ഉദാഹരണത്തിന് കുറച്ച് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നു. विशेषज्ञ ने उसी दिन से छानबीन शुरू कर दी. 2 महीने बाद वे फिर से दरबार में हाजिर हुई. വിശേഷജ്ഞ ആ ദിവസം മുതൽ തന്നെ നല്ല ഛാൻബീൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തലങ്ങും വിലങ്ങും അന്വേഷിക്കാൻ ആരംഭിച്ചു. 2 മാസത്തിനു ശേഷം വീണ്ടും അവർ കൊട്ടാരത്തിൽ ഹാജരായി. എന്നിട്ട് രാജാവ് ആ സമയത്ത് ചോദിച്ചു, राजा ने पूछा, विशेषज्ञों तुम्हारी जांच पूरी हो गई. വിശേഷജ്ഞോ, നിങ്ങളുടെ നടപടിക്രമങ്ങൾ കഴിഞ്ഞോ? മീൻസ് ഭ്രഷ്ടാചാരന ആ വസ്തുവിനെ കണ്ടു കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ജി സർക്കാർ, അതെ കിട്ടി. ക്യാ തുമേ ഭ്രഷ്ടാചാർ മില, എന്താ നിങ്ങൾക്ക് ഭ്രഷ്ടാചാരനെ കിട്ടിയോ? ജി ബഹുത് സാ മില, ഹാ ഒരുപാട് കിട്ടി. രാജാനെ ഹാത്ത് ബഡായ, ലാവോ മുझे बताओ देखूं कैसा होता है. അപ്പോൾ രാജാവ് കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറയാണ്, തരൂ നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. രാജാ സോച്ച് में पड़ गई, बोले, विशेषज्ञों तुम कहते हो कि वह सूक्ष्म है, अगोचर है और सर्वव्यापी है. ये गुण तो ईश्वर के है, तो क्या भ्रष्टाचार ईश्वर है. രാജ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. വിശേഷജ്ഞോ, നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു അത് സൂക്ഷ്മമാണ്, അഗോചറാണ്. അഗോചർ എന്ന് വെച്ചാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, സ്പർശിക്കാനോ സ്മെല്ല് ചെയ്യാനോ ഒന്നും പഞ്ചേന്ദ്രിയങ്ങൾക്ക്
മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അഗോചർ. സർവ്വവ്യാപി എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തുമുള്ളത്. അപ്പോൾ വിശേഷണൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ പറഞ്ഞു ഈ ഭ്രഷ്ടാചാർ എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്, അഗോചറാണ്, സർവ്വവ്യാപിയാണ്. ഇതെല്ലാം തന്നെ എന്താണ്? ഈശ്വരൻ്റെ ഗുണങ്ങളാണ്. ഈശ്വരനാണ് സർവ്വവ്യാപി ആയിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റാത്തത്, സൂക്ഷ്മമായിട്ടുള്ളത്. തോ ക്യാ ഭ്രഷ്ടാചാർ ഈശ്വർ ഹേ? അപ്പോൾ ഈ ഭ്രഷ്ടാചാർ എന്ന് പറയുന്നത് ഈശ്വരനാണോ എന്ന് രാജാവ് വിശേഷജ്ഞൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. വിശേഷജ്ഞനെ കഹാ ഹാ മഹാരാജ് അബ് ഭ്രഷ്ടാചാർ ഈശ്വർ ഹോ ഗയാ ഹേ. അതേ മഹാരാജാവേ, ഇന്ന് അഴിമതിയും ഈശ്വർ ഹോ ഗയാ ഹേ, ഈശ്വരനായി പോയിട്ടുണ്ട്. മീൻസ് ഈശ്വരനെ വെച്ചിട്ടും ഇന്ന് ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ടല്ലോ കേട്ടോ. एक दरबारी ने पूछा पर वह है कहाँ, कैसे अनुभव होता है? അപ്പോൾ ഒരു ദർബാർ ചോദിക്കുകയാണ്, ഓക്കെ ഭ്രഷ്ടാചാർ ഈശ്വരനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ അഴിമതിയായി മാറിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് എവിടെയാണ്? കൈസെ അനുഭവ ഹോത്താ ഹെ, അത് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? മീൻസ് ഭ്രഷ്ടാചാരം നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? विशेषज्ञों ने जवाब दिया, वह सर्वत्र है, वह इस भवन में है, वह महाराज के सिंहासन में है. അപ്പോൾ വിശേഷജ്ഞ അതിന് ജവാബ് ദിയെ, അതിന് മറുപടി കൊടുത്തു, വ സർവത്ര ഹെ, അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഭ്രഷ്ടാചാർ എന്ന് പറയുന്ന വസ്തു ഈശ്വരനെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട്. വ ഈസ് ഭവൻ മേ ഹെ, ഈ വീട്ടിലും ഉണ്ട്, ഈ കൊട്ടാരത്തിലും ഭ്രഷ്ടാചാറുണ്ട്. വ മഹാരാജ് കെ സിംഹാസൻ മേ ഹെ, അത് മഹാരാജാവിൻ്റെ സിംഹാസനത്തിലുമുണ്ട് എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ രാജാവ് സിംഹാസൻ മേ ഹെ കൈക്കർ രാജാ സാഹബ് ഉജൽക്കർ ദൂർ ഖഡേ ഹോ ഗയേ. സിംഹാസനത്തിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് രാജാവ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ദൂരെ മാറി നിൽക്കുകയാണ്. വിശേഷജ്ഞനെ കഹാ ഹാ സർക്കാർ സിംഹാസൻ മേ ഹെ, पिछले माह इस सिंहासन पर रंग करने के जिस बिल का भुगतान किया गया है वह बिल झूठा है, वह वास्तव में दुगना दाम का है, आधा पैसा बीच वाले खा गई. आपके पूरे शासन में भ्रष्टाचार है, वह मुख्यतः घूस के रूप में है. അപ്പോൾ വിശേഷജ്ഞന് പറയാണ്, അതേ സർക്കാർ, അതേ രാജാവേ ഈ സിംഹാസനത്തിലുണ്ട്. കഴിഞ്ഞ മാസം ഈ സിംഹാസനം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തല്ലോ, ആ സമയത്ത് ഒരു ബില്ല് പാസ്സായില്ലേ? മീൻസ് കളർ ചെയ്യാനായ തുകേൻ്റെ ബില്ല് പാസ്സായില്ലേ? ആ ബിൽ കാ ഭുഗ്താൻ കിയാ ഗയ, ഭുഗ്താൻ എന്ന് വെച്ചാൽ പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് നടത്തിയില്ലേ? ആ ബില്ല് ജൂട്ടാ ഹെ, ഇസ് ബിൽ വ ബിൽ ജൂട്ടാ ഹെ, അത് കള്ളത്തരത്തിലുണ്ടാക്കിയ ബില്ലാണ്, അതല്ല ഒറിജിനൽ, അത് ഫേക്ക് ബില്ലാണ്. വാസ്തവത്തിൽ അതിൽ കാണിച്ചിരിക്കുന്ന ദാം, അതിൻ്റെ ചിലവായ തുക ദുഗുന ദാം കാഹെ, ദുഗുന എന്ന് വെച്ചാൽ ഇരട്ടി കാശാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി പൈസ, ചിലവായതിൻ്റെ ഇരട്ടിയാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ പകുതി ബീച്ച് വാലെ ഘാഗയി, ഇടയിൽ നിന്നാണ് മധ്യസ്ഥൻ, അതായത് രാജാവിൻ്റെ സിംഹാസനം കളർ ചെയ്യാൻ കൊടുക്കണു, ബില്ലിൽ ഇപ്പോൾ ഒരു 100 രൂപ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബില്ല് കാണിച്ച് രാജാവിൻ്റെ 100 രൂപ വാങ്ങുന്നു. 50 രൂപ ആ ഇടയിൽ നിൽക്കുന്ന ആൾ, രാജാവ് കഴിഞ്ഞിട്ട് പണിയെടുപ്പിക്കുന്നവരെ, അല്ലെങ്കിൽ ഈ ബില്ല് കൊടുക്കുന്ന ആളുണ്ടല്ലോ മധ്യസ്ഥൻ, അയാൾ അത് കഴിച്ചു. മീൻസ് ആ ഇടയിൽ നിന്ന ആൾ ഇരട്ടി പൈസ എടുത്തു എന്നാണ് വിശേഷജ്ഞന് പറയുന്നത്. आपके पूरे शासन में भ्रष्टाचार है और वह मुख्यतः घूस के रूप में है. നിങ്ങളുടെ രാജാവിൻ്റെ ഭരണത്തിൽ പകുതി എന്താണ്? പൂരെ ശാസൻ മേ ഭ്രഷ്ടാചാർ ഹേ, പൂരെ ശാസൻ മേ ഭ്രഷ്ടാചാർ ഹേ, അതെങ്ങനെയാണ്? മുഖ്യതഃ ഘൂസ് കെ രൂപ മേ ഹേ, അത് മെയിനായിട്ട് കൈക്കൂലിൻ്റെ രൂപത്തിലാണുള്ളത്. നിങ്ങളുടെ രാജ്യത്ത് ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട്, അത് മെയിനായിട്ട് കൈക്കൂലിയിലൂടെയാണ് അഴിമതി നടക്കുന്നത് എന്ന് പറഞ്ഞു. विशेषज्ञों की बात सुनकर राजा चिंतित हुए और दरबारियों के कान कटे हुए. എന്താ പറയുന്നത്? വിശേഷജ്ഞൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാജാവ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്,
അതേപോലെ തന്നെ ദർബാറികളുടെ അയ്യോ ഈശ്വര പെട്ടുപോയല്ലോ എന്ന് ദർബാറികളും ആലോചിക്കാൻ തുടങ്ങി. രാജാനെ കഹാ है तो बड़ी चिंता की बात है, हम भ्रष्टाचार बिल्कुल मिटाना चाहते हैं, विशेषज्ञों तुम बता सकते हो कि वह कैसे मिट सकता है. രാജാവ് പറയാണ്, ഇത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എൻ്റെ ഭരണത്തിൽ മുഴുവൻ അഴിമതിയാണ്, ഇല്ലെങ്കിൽ ഒരുപാട് കൈക്കൂലിൻ്റെ രൂപത്തിൽ കാശ് പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭ്രഷ്ടാചാർ ബിൽക്കുൽ മിട്ടാനാ ചാഹത്തെ ഹെ, ഞാൻ ഭ്രഷ്ടാചാറിനെ അഴിമതിനെ മുഴുവനായും ഇല്ലാതാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശേഷിച്ചോ തും ബതാ സക്തേ ഹോ കി വ കൈസെ മിറ്റ് സക്താ ഹെ, നിങ്ങൾക്ക് പറയാം, നിങ്ങളാണല്ലോ ഇപ്പോൾ ഭ്രഷ്ടാചാരം കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത്, അത് ഇല്ലാതാക്കാൻ ആ കാരണത്തിനൊരു സൊല്യൂഷനും കൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് രാജാവ്. വിശേഷജ്ഞനെ കഹാ हाँ महाराज हमने उसकी भी योजना तैयार की है, भ्रष्टाचार मिटाने के लिए महाराज को व्यवस्था में बहुत परिवर्तन करने होंगे. एक तो भ्रष्टाचार के मौके मिटाने होंगे, जैसे ठेका है तो ठेकेदार है और ठेकेदार है तो अधिकारियों को घूस है, ठेका मिट जाए तो उसकी घूस मिट जाए. इसी तरह और बहुत सी चीज़ें हैं किन कारणों से आदमी घूम लेता है, ये भी विचारणीय है. അപ്പോൾ വിശേഷത്തിന് പറയാണ്, ആ മഹാരാജാവ് ഞങ്ങൾ അതിനുള്ള യോജന തയ്യാറാക്കി ഹേ. യോജന എന്ന് വെച്ചാൽ പദ്ധതികൾ, പ്ലാനിങ്. ആ പ്ലാനിങ്ങും ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഭ്രഷ്ടാചാരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാരാജാവിൻ്റെ വ്യവസ്ഥ, ഭരണത്തിൽ ബഹുത് പരിവർത്തൻ കർണേ ഹോങ്കെ, ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതിലെ ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഭ്രഷ്ടാചാർ കെ മൗക്കെ മിട്ടാനേ ഹോങ്കെ, ഭ്രഷ്ടാചാറിൻ്റെ ഒരു അവസരം, കൈക്കൂലി വാങ്ങാനുള്ള അല്ലെങ്കിൽ അഴിമതി നടത്താനുള്ള അവസരം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണോ ടേക്ക എന്ന് വെച്ചാൽ ടെൻഡർ വിളിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ എഗ്രിമെൻ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ ठेकेदार ഉണ്ടാവും, അതിലൊരു മധ്യസ്ഥൻ ഉണ്ടാവും, അതുപോലെ തന്നെ ठेकेदाറിൻ്റെ മുകളിൽ അധികാരികൾ ഉണ്ടാവും. അവർ തന്നെ ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഘൂസേ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരാണ്. ठेका मिटा जाए तो उसकी घूस मिट जाए, മീൻസ് ഈ ടെൻഡർ ടാക്സ് ഇല്ലാതാക്കുകയാണെങ്കിൽ അതിൻ്റെ വെളിയിൽ നിന്നിട്ട്, ഇല്ലെങ്കിൽ ടാക്സിൻ്റെ രൂപത്തിൽ ഇല്ലെങ്കിൽ ടെൻഡറിൻ്റെ രൂപത്തിൽ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരെയും നമുക്ക് ഒഴിവാക്കാം, പകുതി ഭ്രഷ്ടാചാർ ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ ഇസി തര ബഹുത് സി ചീസേ ഹേ, ഇതുപോലെ ഒരുപാട് വസ്തുക്കളുണ്ട് അങ്ങയുടെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. കിൻ കാരണവും സെ ആദ്മി ഗൂസ് ലേത്താ ഹേ എ ബി വിചാരണീയ ഹേ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ കൈക്കൂലി വാങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് പറയാണ് വിശേഷജ്ഞ രാജാവിനോട്. राजा ने कहा, अच्छा तुम अपनी पूरी योजना रख जाओ, हम और हमारा दरबार उस पर विचार करेंगे. വിശേഷജ്ഞ ചലേ ഗയേ. രാജാവ് പറയാണ്, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പ്ലാനിങ്ങും പൂരി യോജന മുഴുവൻ പ്ലാനും ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ, ഞാനും എൻ്റെ ദർബാറിലെ വേറെ അന്തേവാസികളും അത് വായിച്ച് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. വിശേഷജ്ഞ ചലേ ഗയേ, അവിടുന്ന് പോയി. राजा ने और दरबारियों ने भ्रष्टाचार मिटाने की योजना को पढ़ा, उस पर विचार किया. രാജാവും അതുപോലെ തന്നെ കൊട്ടാരത്തിലെ വേറെ അന്തേവാസികളും ആ യോജനകളെ കുറിച്ച് പഠിച്ചു, അതിനെക്കുറിച്ച് ആലോചിച്ചു. विचार करते दिन बीतने लगे और राजा का स्वास्थ्य बिगड़ने लगा. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു ടെൻഷൻ കയറിയില്ല. അതുവരെ രാജാവിന് ഒരു ടെൻഷനില്ല, ഉണ്ണുക, ഉറങ്ങുക, മിണ്ടാതെ കിടക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഭ്രഷ്ടാചാരനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ബിഗഡ്നയിലേക്ക്, അത് കുറച്ചിങ്ങനെ ക്ഷയിക്കാൻ തുടങ്ങി, ഇല്ലെങ്കിൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതായി. एक दिन एक दरबारी ने कहा, महाराज चिंता के कारण आपका स्वास्थ्य बिगड़ता जा रहा है, उन विशेषज्ञों ने आपको झंझट में डाल दिया. ഒരു ദിവസം ഒരു ദർബാരി വന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാരണം നിങ്ങളുടെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ വിശേഷജ്ഞനുണ്ടല്ലോ, അവർ നിങ്ങളെ ശരിക്കും
എന്താ പറയുക, ജഞ്ചട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിൽ അഴുത്തി. ഇല്ലെങ്കിൽ അവർ ശരിക്കും രാജാവിനൊരു പണി തന്നതാ, ബുദ്ധിമുട്ടാക്കിയിട്ടാണ് അവർ പോയത് എന്ന് പറയാണ്. രാജാനെ കഹാ ഹാ മുझे रात को नींद नहीं आती. അതെ, എനിക്കിപ്പോൾ രാത്രി ഒന്നും ഉറക്കം വരാറേ ഇല്ല എന്ന് പറയാണ്. दूसरा दरबारी बोला, ऐसी रिपोर्ट को आगे के हवाले कर देना चाहिए जिससे महाराज की नींद में हलचल न पड़े. അപ്പോൾ വേറൊരു ദർബാരി പറഞ്ഞു, അത് ശരിയാണ്, ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളിനൊക്കെ എന്താണ്, കാറ്റിൽ പറത്തണം. രാജാവിൻ്റെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു പണിയും നമുക്ക് വേണ്ട, ഒരു മാറ്റവും നമ്മൾ കൊണ്ടുവരണ്ട എന്ന് വേറൊരു ദർബാരി പറഞ്ഞു. രാജാനെ കഹാ पर करे क्या तुम लोगों ने भी भ्रष्टाचार मिटाने की योजना का अध्ययन किया है? तुम्हारा क्या मत है? क्या उसे काम में लाना चाहिए? അപ്പോൾ രാജാവ് പറയാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ ഭ്രഷ്ടാചാരം ഇല്ലാതാക്കിയല്ലേ പറ്റൂ. നിങ്ങളും വായിച്ചതല്ലേ അതിൻ്റെ പദ്ധതികളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നമ്മൾ കാമേ ലാനാ ചാഹിയെ എന്ന് വെച്ചാൽ പ്രാവർത്തികമാക്കണ്ടേ, നമ്മളത് നമ്മുടെ ഭരണത്തിൻ്റെ ഭാഗമാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ദർബാരി പറഞ്ഞു, दरबारी ने कहा, महाराज वह योजना क्या है? एक मुसीबत है, उसके अनुसार कितने उलटफेर करने पड़ेंगे, कितनी परेशानी होगी, सारी व्यवस्था उलट पलट हो जाएगी. जो चला आ रहा है उसे बदलने से नई नई कठिनाइयाँ पैदा हो सकती है. हमें तो कोई ऐसी तरकीब चाहिए जिससे बिना कुछ उलटफेर किए भ्रष्टाचार मिट जाए. അപ്പോൾ വേറൊരു ദർബാരി പറഞ്ഞു, മഹാരാജ യോജന ക്യാ ഹെ, ഇത് എന്ത് പദ്ധതിയാണ്, ഇത് മുഴുവൻ കഷ്ടപ്പാടാണ്. ഏക് മുസീബത്ത് ഹേ, ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഉസ്കെ അനുസാർ കിത്തനെ ഉലറ്റ് ഫേർ കർണേ പടേങ്കെ, അത് ആ യോജന അനുസരിച്ച് നമുക്ക് എത്ര ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നില്ലെങ്കിൽ എല്ലാം തല തിരിഞ്ഞു പോയി. ഉലറ്റ് ഫേർ എന്ന് വെച്ചാൽ വിപരീതമാകുക. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഭരിച്ച രീതി അനുസരിച്ചിട്ട് അത് പെട്ടെന്നൊരു ദിവസം മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മുഴുവൻ തലകീഴായി മറിഞ്ഞു. അതുപോലെ തന്നെ കിത്തനി പരേശാനി ഹോഗി, എത്ര കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു നമ്മൾ. പിന്നെ സാരി വ്യവസ്ഥ ഉലട്ട് പലട്ട് ഹോ ജായേഗി, നമ്മുടെ ഭരണം മുഴുവൻ തലകീഴായി മറിഞ്ഞു. जो चला आ रहा है उसे बदलने से नई नई कठिनाई पैदा हो सकती है. ഇത് ഭ്രഷ്ടാചാരം എന്ന് പറയുന്ന ഒരു സാധനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കഠിനായിയും ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ കഷ്ടപ്പാടുകളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. हमें तो कोई ऐसी तरकीब चाहिए जिससे बिना कुछ उलटफेर किए भ्रष्टाचार मिट जाए. നമുക്കിപ്പോൾ വേണ്ട സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണവ്യവസ്ഥ തലകീഴായിട്ട് മറിയാതെ അല്ലെങ്കിൽ ഭരണവ്യവസ്ഥയിൽ മാറ്റമൊന്നും വരുത്താതെ അഴിമതി ഭ്രഷ്ടാചാരനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു സൊല്യൂഷനാണ് വേണ്ടത്. അല്ലാതെ ആ വിശേഷത്തിന് പറഞ്ഞ പോലെ ഭരണം മുഴുവൻ മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത് ഭരണം അങ്ങനെ തന്നെ പൊക്കോട്ടെ, എന്നാൽ മാത്രമേ ഈ ദർബാറികൾക്ക് അതിൽ നിന്നും ഒരു വിഹിതം പറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ രാജാവിൻ്റെ അടുത്ത് ഭരണം മാറ്റണ്ട, ഇല്ലെങ്കിൽ ഭരണത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തണ്ട എന്ന് പറയുന്നത് കേട്ടോ. രാജാ സാഹബ് बोले, मैं भी यही चाहता हूँ पर एक हो कैसे, हमारे प्रपितामह को तो जादू आता था, हमें वह भी नहीं आता, तुम लोग ही कोई उपाय खोजो. രാജാ സാഹബ് പറയാണ്, ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഭരണം മാറ്റി പുതിയൊരു ഭരണ രീതി കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനും അതാണ് ആലോചിക്കുന്നത്, ഭരണം മാറ്റാതെ തന്നെ ഭ്രഷ്ടാചാരനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത്. പർ ഹോ കൈസേ, അതെങ്ങനെയാണ് സംഭവിക്കുക? അതുകൊണ്ട് എൻ്റെ ഹമാരെ പ്രപിതാമഹ്, എൻ്റെ പൂർവികർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അവരൊക്കെ സ്വപ്നം കാണുമായിരുന്നു, ഇല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക മാജിക്കലായിട്ടുള്ള അശരീരിയോ അല്ലെങ്കിൽ വല്ല സ്വപ്നമോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ വബി നെഹിയാത്ത, അത് എനിക്കും വരുന്നുമില്ല, ഒരു സൊല്യൂഷൻ കിട്ടാൻ എനിക്ക് ഒരു മാർഗവുമില്ല. തും ലോ ഹി കോയി ഉപായ് കോജോ, നിങ്ങൾ തന്നെ ഒരു ഉപായം, നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കൂ എന്ന് രാജാവ് കൊട്ടാരത്തിലെ ബാക്കി അന്തേവാസികളുടെ അടുത്ത് പറയാണ്. एक दिन दरबारियों ने राजा के सामने एक साधु को पेश किया और कहा,
महाराज, एक खंडरा में तपस्या करते हुए इस महान साधक को हम ले आए हैं। इन्होंने सदाचार का ताबीज़ बनाया है, वह मंत्रों से सिद्ध है और उसके बांधने से आदमी एकदम सदाചാരി हो जाता है. അപ്പോൾ ഒരു ദിവസം ഈ ദർബാരികൾ രാജാവിൻ്റെ അടുത്തേക്ക് ഒരു സന്യാസിനെ കൊണ്ടുവന്നു. എന്നിട്ട് പറയാണ്, മഹാരാജാവേ, ഇത് കന്ദ്രയിൽ തപസ് ചെയ്യുന്ന ഒരു വലിയ സന്യാസിയാണ്, അവരെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ സദാചാർ കാ താബീസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മാന്ത്രിക സദാചാരം, നല്ല പെരുമാറ്റം, അതിൻ്റെ താബീസ് എന്ന് വെച്ചാൽ യന്ത്രം, ഏലസ് കേട്ടോ, സദാചാറിൻ്റെ ഏലസ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഏലസ് ഉണ്ടല്ലോ, ആ യന്ത്രം ഉണ്ടല്ലോ, അത് മുഴുവൻ മന്ത്രവും സിദ്ധ ഹേ, മന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഉസ്കെ ബാന്ധനെ സെ, അത് കെട്ടിക്കഴിഞ്ഞാൽ ആദ്മി ഏകദം സദാചാരി ഹോ ജാത്തി ഹേ. ആ ഏലസ്, ഈ സന്യാസി ഉണ്ടാക്കിയിട്ടുള്ള ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ അത് കെട്ടുന്ന ആൾ സദാചാരിയായിട്ട് മാറും എന്ന് പറയാണ്. साधु ने अपने झेले में से एक ताबीज़ निकाल कर राजा को दिया. राजा ने उसे देखा, बोले, हे साधु, इस ताबीज़ के विषय में मुझे विस्तार से बताओ. इससे आदमी सदाचारी कैसे हो जाता है. എന്നിട്ട് സാധു, ആ സന്യാസി, അവരുടെ ആ ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഒരു ഏലസ് എടുത്തിട്ട് രാജാവിന് കൊടുത്തു. അപ്പോൾ രാജാവ് അത് മുഴുവൻ നോക്കി. എന്നിട്ട് രാജാവ് പറയാണ്, അത് ഈ സന്യാസി ഈ താബീസ് ആ താബീസിനെ കുറിച്ചിട്ട് നിങ്ങൾ വിസ്തരിച്ചൊന്ന് പറയൂ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയൂ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആദ്മി സദാചാരി ആവുന്നത് എന്നും കൂടെ പറയൂ എന്ന് രാജാവ് ആ സന്യാസിയോട് പറയാണ്. സാധുവിനെ സംശയ, महाराज, भ्रष्टाचार और सदाचार मनुष्य की आत्मा में होता है, बाहर से नहीं होता. മഹാരാജാവേ, ഭ്രഷ്ടാചാരം സദാചാരം, അതായത് അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവവും സദാചാരം നല്ല പെരുമാറ്റവും മനുഷ്യൻ്റെ ആത്മാവിൽ തന്നെ ഉള്ളതാണ്. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല, അല്ലെങ്കിൽ പുറത്തല്ല, മനുഷ്യൻ്റെ ഉള്ളിലാണ് ഭ്രഷ്ടാചാരം സദാചാരം ഉള്ളത്. विधाता जब मनुष्य को बनाता है तब किसी की आत्मा में ईमान को फिट कर देता है और किसी की आत्मा में बेईमानी की. വിധാത, സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ ഈശ്വരൻ എപ്പോഴാണോ മനുഷ്യനെ ഉണ്ടാക്കുന്നത്, മനുഷ്യൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ചില ആൾക്കാരുടെ ഉള്ളിൽ എന്താണ്? ഈമാൻ എന്ന് വെച്ചാൽ സത്യസന്ധത അല്ലെങ്കിൽ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, അത് ഫിറ്റ് ചെയ്യുന്നു. ചില ആൾക്കാരുടെ ഉള്ളിൽ ബേയിമാനി, സത്യസന്ധത ഇല്ലായ്മയും കള്ളത്തരവും ഒക്കെ ഫിറ്റ് ചെയ്യുന്നു. ഇസ് കൽമേ സെ ईमान या बेईमान के स्वर निकलते हैं जिन्होंने आत्मा की पुकार कहते हैं. അപ്പോൾ ആരുടെ ഉള്ളിൽ നിന്നാണോ ഒരു, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ അത് ചെയ്തോന്ന് പറയും, ചിലപ്പോൾ ചെയ്യേണ്ട, അത് ചെയ്താൽ നമുക്ക് പണി കിട്ടുമെന്ന് പറയും, അല്ലേ? അപ്പോൾ ഇങ്ങനെ പറയുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈമാൻ യാ ബേമാനിക്ക് സ്വർ നിക്കൽത്തേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വരം ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശപ്പെട്ടതായിരിക്കും. ഇങ്ങനെ വരുന്ന സ്വരത്തെയാണ് നമ്മൾ ആത്മാക്കി പുക്കാർ എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ വിളി എന്നൊക്കെ പറയൂലേ, ആത്മാവിൻ്റെ വിളി എന്ന് പറയുന്നത്. ആത്മാക്കി പുക്കാർ കെ അനുസാർ ആദ്മി കാം കർത്താ ഹെ. ഈ ആത്മാവിൻ്റെ വിളി അനുസരിച്ചിട്ടാണ് മനുഷ്യന്മാർ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത്. പ്രശ്ന ഹൈ കി ജിൻകി ആത്മാ സെ ബേമാനി കെ സ്വർ നിക്കൽത്തെ ഹെ ഉനെ ദബാക്കർ ഈമാൻ കെ സ്വർ കൈസെ നിക്കാലേ ജായി. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഈമാൻ ബേമാനി എന്നുള്ളതല്ല, ആരുടെ ഉള്ളിൽ നിന്നാണോ ബേമാനി സത്യസന്ധത ഇല്ലായ്മ ഉള്ളത്, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്വരത്തെ ബേമാനി സ്വർക്കോ ദബാക്കർ, അതിനെ അടിച്ചമർത്തിയിട്ട് ഈമാനി കെ സ്വർ, നല്ല സത്യസന്ധതയുള്ള ശബ്ദം എങ്ങനെ പുറത്ത് കൊണ്ടുവരാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സദാചാരം എങ്ങനെ ഉണ്ടാക്കാം, ഭ്രഷ്ടാചാരനെ ഇല്ലാതാക്കിയിട്ട് സദാചാരം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്താണ്, ഈ ആത്മാവിൻ്റെ പുക്കാറിൽ ബേയിമാനി എന്നുള്ള സാധനം ഇല്ലാതാക്കിയിട്ട് ഈമാൻ എന്നുള്ള ആ ഒരു സ്വരം കൊണ്ടുവരണം. അതാണ് നമ്മുടെ പ്രശ്നം. മേ കൈ വർഷം സെ ഇസിക്ക് ചിന്തൻ മേ ലഗാഹു. ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
അബി मैंने ये സദാചാർ കാ താബീസ് बनाया है. ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ സൊല്യൂഷനായിട്ട് ഈ സദാചാർ കാ താബീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. जिस आदमी की भुजा पर एक बांध होगा वह सदाचारी हो जाएगा. ഇത് ആരുടെ കയ്യിലാണോ കെട്ടുന്നത് അവർ പെട്ടെന്ന് തന്നെ ഈ ഏലസ് സദാചാർ കാ താബീസ് ഈ മാന്ത്രിക ഏലസ് ആരുടെ കയ്യിലാണോ കെട്ടുന്നത് അവർ പെട്ടെന്ന് സദാചാരി ആയിട്ട് മാറാറുണ്ട്. मैंने कुत्ते पर भी इसका प्रयोग किया है. ഞാനിതെന്താണ് ഒരു പട്ടിയിലൊക്കെ പരിശോധിച്ചു, ഇല്ലെങ്കിൽ പട്ടിക്ക് കെട്ടി കൊടുത്തിട്ട് അതൊന്ന് പരീക്ഷിച്ചു. ആ സമയത്ത് एक ताबीज़ गले में बांध देने से कुत्ता भी रोटी नहीं चुराता. ഈ താബീസ് കഴുത്തിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം ആ പട്ടി ഒരു റൊട്ടി പോലും കട്ടെടുത്തിട്ടില്ല. അത്രയും സദാചാരി ആയിപ്പോയി ആ പട്ടി എന്നാണ് പറയുന്നത്. ബാത്ത് ഹേ കി ഇസ് താബീസ് മേ സേ ഹി സദാചാർ കെ സ്വർ നിക്കൽത്തെ ഹേ. അതെന്താ കാര്യം, എന്തുകൊണ്ടാണ് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ആരും കള്ളത്തരം ചെയ്യാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏലസിൻ്റെ അകത്ത് നിന്നും സദാചാറിൻ്റെ സ്വരം, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ മനസ്സിൽ നിന്ന് ഒരു വിളി കേൾക്കൂലേ, ആത്മാക്കി പുക്കാർ, അല്ലെങ്കിൽ ബേയ്മാനി സ്വറ്, ബേയ്മാൻ സ്വറ്, അതൊക്കെ അത് സദാചാരത്തിൻ്റെ സ്വരമായിട്ട് കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആ പട്ടിയൊന്നും കള്ളത്തരം ചെയ്യാത്തത്. അതുതന്നെയാണ് ഇത് മനുഷ്യൻ കെട്ടിയാലും മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കള്ളത്തരവും കപടതയും ഒക്കെ ഇല്ലാതാവും. ജബ് കിസി കി ആത്മാ बेईमानी के स्वर निकालने लगती है तब इस ताबीज़ की शक्ति आत्मा का गला घोंट देती है और आदमी को ताबीज़ से ईमान के स्वर सुनाई पड़ते हैं. वह इन स्वरों को आत्मा की पुकार समझकर सदाचार की ओर प्रेरित होता है. इस ताबीज़ का गुण है महाराज. എന്നിട്ട് പറയാണ്, ഏത് മനുഷ്യൻ്റെ ഉള്ളിലാണോ ബേയ്മാനിക്ക് സ്വർ നിക്കാലിന് ലഗ്തി ഹേ, സത്യസന്ധത ഇല്ലായ്മ അതിൻ്റെ ഒരു ശബ്ദം വരുന്നത്, അവർ ഈ താബീസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഏലസിൻ്റെ ശക്തി അവരുടെ ആത്മാവിൻ്റെ കഴുത്തിങ്ങനെ ഞെരിക്കും. മീൻസ് അവരുടെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഈ ഏലസിൻ്റെ ശക്തി കാരണം അവരുടെ ആത്മാവിന് അതിങ്ങനെ ആത്മാവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ ആത്മി സംസാരിക്കുന്നതിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ആത്മീൻ്റെ മനസ്സ് സംസാരിക്കുന്നതിൻ്റെ മുന്നിൽ ഈ താബീസ് ഈമാൻ കി സ്വർ സുനായി പഡ്തി ഹേ. ആ മനുഷ്യൻ്റെ മനസ്സ് സംസാരിക്കുന്നതിൻ്റെ മുന്നിൽ ഈ ഏലസിൻ്റെ അകത്ത് നിന്ന് വരുന്ന ശബ്ദമായിരിക്കും ആ മനുഷ്യൻ ആദ്യം കേൾക്കുന്നത്. അതായത് ചിലപ്പോൾ ഒരു പൊട്ടക്കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ കൈക്കൂലി വാങ്ങാൻ പോവുകയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ശരിക്കും ആത്മാവിൻ്റെ പുക്കാർ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോ കുഴപ്പമില്ല വാങ്ങിച്ചോ എന്നായിരിക്കും. പക്ഷേ ഈ താബീസ് കെട്ടിയ ആളാണെങ്കിൽ ഈ വാങ്ങിച്ചോ എന്ന് പറയുന്ന ആത്മാവിൻ്റെ കഴുത്തുണ്ടല്ലോ, കഴുത്തിന് ഇങ്ങനെ ഞെരുക്കി പിടിച്ചിട്ട് വാങ്ങിക്കണ്ട അത് നല്ലതല്ല എന്ന് ഏലസ് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആത്മാവിൻ്റെ കഴുത്ത് ഞെക്കി പിടിച്ചത് കൊണ്ട് ഏലസ് പറയുന്ന വാങ്ങിക്കണ്ട എന്ന വോയിസ് മാത്രമേ ഈ ബേയ്മാനിയായിട്ടുള്ള വ്യക്തി കേൾക്കുള്ളൂ. സോ വാങ്ങിക്കണ്ടെന്ന് മനസ്സ് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അയാൾ കൈക്കൂലി വാങ്ങൂല. അപ്പോൾ അയാൾ സദാചാരിയായിട്ട് മാറും. ओके. आदमी को ताबीज़ से ईमान के स्वर सुनाई पड़ते हैं. वह इन स्वरों को आत्मा की पुकार समझकर സദാചാർ की ओर പ്രേരിത होता है. അപ്പോൾ അയാൾ വിചാരിക്കും വാങ്ങണ്ട എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്, അപ്പോൾ അതുകൊണ്ട് വാങ്ങണ്ട എന്ന് വിചാരിച്ച് അയാൾ സദാചാരി ആയിട്ട് മാറും. ഈ താബീസ് കാ ഗുൺ ഹേ മഹാരാജ. അതാണ് ഈ ഏലസിൻ്റെ ഗുണം എന്ന് പറയാണ് ഈ സന്യാസി. दरबार में हलचल मच गई. दरबारी उड़कर ताबीज़ को देखने लगा. ആ രാജകൊട്ടാരത്തിൽ മുഴുവൻ ബഹളം തുടങ്ങി. എല്ലാവരും എണീറ്റിട്ട് ആ ഏലസ് നോക്കാൻ തുടങ്ങി. ताबीज़ चाहिए. हम राज्य की ओर से ताबीज़ों को कारखाना खोल देते हैं. आप उसके जनरल मैनेजर बन जाए और अपनी देख रेख में बढ़िया ताबीज़ बनवाए. എന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു താബീസ് വേണം. നമ്മുടെ രാജ്യത്ത് ഭ്രഷ്ടാചാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് താബീസ് തന്നെയുള്ള ഒരു രക്ഷ, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് താബീസാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ഏലസിൻ്റെ വലിയൊരു കാർഖാന എന്ന് വെച്ചാൽ ഫാക്ടറി ഗോൽ ദേത്തേ ഹേ, തുറക്കണം. ഈ താബീസ് ഉണ്ടാക്കുന്ന വലിയൊരു ഫാക്ടറി നമുക്ക് തുറക്കണം. സന്യാസി ആയിട്ടുള്ള നിങ്ങൾ അതിൻ്റെ ജനറൽ മാനേജർ ആയിക്കോളൂ, ബാക്കി എല്ലാ കാര്യം നമുക്ക് നോക്കാം. ബഡിയ താബീസ് ഒരുപാട്
താബീസുകൾ എന്തായാലും ഉണ്ടാക്കേണ്ടി വരും എന്ന തീരുമാനത്തിൽ എത്തുകയാണ്. एक मंत्री ने कहा, महाराज राज्य क्यों झंझट में पड़े। मेरा तो निवेदन है कि साधु बाबा को टेका दे दिया जाए. वो अपनी मंडली से ताबीज सुनकर राज्य को सप्लाई कर देंगे. അപ്പോൾ അപ്പോൾ ഒരു മന്ത്രി പറയാണ്, മഹാരാജാവേ, നമ്മൾ എന്തിനാണ്, ഇല്ലെങ്കിൽ ഈ രാജ്യം എന്തിനാണ് ബുദ്ധിമുട്ടിൽ പെടുന്നത്, ഇല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധു ബാബക്കോ ടേക്കാ ദേ ദിയാ ജായ്, ഈ സന്യാസിക്ക് നമുക്കൊരു ടെൻഡർ കൊടുക്കാം. അവരുടെ കൂട്ടാളികളുമായിട്ട് ചേർന്ന് അപ്പനി മണ്ഡലീസെ, സന്യാസിയും അവരുടെ കൂട്ടാളികളും കൂടെ ചേർന്ന് ഏലസ് കൊണ്ടുവന്നിട്ട് രാജ്യത്ത് സപ്ലൈ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. രാജാക്കോ ഈ സുജാവ് പസന്തായ, രാജാവിന് ഈ അഭിപ്രായം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം റിസ്ക് എടുക്കണ്ടല്ലോ, കാശ് കൊടുത്താൽ മതി, സന്യാസി ഏലസ് ഉണ്ടാക്കി കൊണ്ടുവരും. साधु को ताबीज बनाना का ठेका दे दिया गया. उसी समय उन्हें 5 करोड़ रुपये कारखाने खोलने के लिए पेशागी मिल गई. അതുപോലെ തന്നെ ഈ സാധുവിന് രാജാവ് ടെൻഡർ കൊടുത്തു. അതേസമയം 5 കോടി രൂപ ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഫാക്ടറി തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാശായിട്ട് കൊടുത്തു, കുറച്ച് കാശായിട്ട് കൊടുത്തു. राज्य के अखबारों में खबरें छपी, सदाचार के ताबीज की गोज, ताबीज बनाना का कारखाना खुला. അവരുടെ രാജ്യത്ത് അഖ്ബാറോം എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറുകൾ, ഖബറെ ചപ്പി എന്ന് വെച്ചാൽ ന്യൂസുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അവരുടെ പേപ്പറിലെ എല്ലാ ന്യൂസും ഈ സദാചാർ കെ താബീസിനെ കുറിച്ചായി. സദാചാർ കെ താബീസ് കി ഗോജ്, സദാചാരത്തിൻ്റെ ഏലസിൻ്റെ അന്വേഷണം. താബീസ് ബനാനയ്ക്ക് ഖാർഖാന ഗുല, ഏലസ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി തുറന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ന്യൂസുകളും വരാൻ തുടങ്ങി. लाखों ताबीज बन गए. सरकार ने हर सरकारी कर्मचारी की भुजा पर एक ताबीज बांध दिया गया. അങ്ങനെ ലക്ഷക്കണക്കിന് ഏലസുകൾ ഉണ്ടാക്കി സർക്കാർ, നമ്മുടെ രാജാവിൻ്റെ ആൾക്കാർ, അവരുടെ സർക്കാർ കർമ്മചാരി, അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കർമ്മചാരി എന്ന് വെച്ചാൽ ഓഫീസ് സ്റ്റാഫുകൾ, അവരുടെയൊക്കെ കയ്യിൽ താബീസ് കെട്ടിക്കൊടുത്തു, ഏലസ് കെട്ടിക്കൊടുത്തു. भ्रष्टाचार की समस्या का ऐसा सरल हल निकल आने से राजा और दरबारी सब खुश थे. അപ്പോൾ ഭ്രഷ്ടാചാര എന്ന പ്രശ്നത്തിന് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചതിൽ രാജാവും അതുപോലെ തന്നെ ദർബാരികളും രാജാവിൻ്റെ കൂട്ടാളികളും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. ഏക് ദിൻ രാജാ കി ഉത്സുകത ജാഗി, ഒരു ദിവസം രാജാവിന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി. सोचा देखो तो कि ये ताबीज़ कैसे काम करता है. ഈ താബീസ്, ഈ ഏലസ് എങ്ങനെയാണ് പണിയെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഏലസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ക്യൂരിയോസിറ്റി രാജാവിലുണ്ടായി. വേഷ് ബദൽക്കർ ഏക് കാര്യാലയ ഗയേ, അവർ വേഷം മാറ്റിയിട്ട് ഒരു ഓഫീസിലേക്ക് പോയി. ഉസ് ദിൻ 2 താരീഖ് തി, അന്ന് തീയതി 2 एक दिन पहले തനുഹാഗ് മിലി തി, ഒരു ദിവസം മുന്നേ തന്നെ, തനുഹാഗ് എന്ന് വെച്ചാൽ സാലറി, ഒരു ദിവസം മുന്നേ തന്നെ സാലറി കിട്ടിയിരുന്നു. वह एक कर्मचारी के पास गए और कई काम बताकर उसे 5 रुपया का नोट देने लगे. ഈ രാജാവ് വേഷം മാറിയിട്ട് ഒരു ഓഫീസിലെത്തി. എന്നിട്ട് അവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ അടുത്ത് പോയിട്ട് ഒരുപാട് ജോലികൾ, ഒരുപാട് ജോലികൾ പറഞ്ഞിട്ട് ഒരു 5 രൂപ കൊടുത്തു. कर्मचारी ने उन्हें ठांडा, भाग जाओ यहाँ से, घूस लेना पाप है. അപ്പോൾ ആ ഓഫീസർ നല്ലോണം ചീത്ത പറഞ്ഞു. ഠാണ്ട എന്ന് വെച്ചാൽ ചീത്ത പറയുക. എന്നിട്ട് പറഞ്ഞു, ഓടിപ്പൊക്കോ ഇവിടുന്ന്, ഭാഗ് ജാവോ യഹാൻസെ, ഇവിടുന്ന് ഓടിപ്പൊക്കോ. ഗൂസ് ലേന പാപ് ഹേ, കൈക്കൂലി വാങ്ങുന്നത് പാപമാണ് എന്ന് ഈ ഓഫീസർ പറഞ്ഞു. രാജാ ബഹുത് ഖുഷ് ഹുയി, താബീസ് ने कर्मचारी को ईमानदार बना दिया था. രാജാവിന് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും കാശ് മുടക്കി ഏലസ് ഉണ്ടാക്കിയതിന് ഫലം ഉണ്ടായല്ലോ. ആരും ഇപ്പോൾ കൈക്കൂലി ഒന്നും വാങ്ങുന്നില്ല. കർമ്മചാരിയൊക്കെ ഓഫീസേഴ്സൊക്കെ ഭയങ്കര ഈമാൻദാർ എന്ന് വെച്ചാൽ സത്യസന്ധതയുള്ളവരായിട്ട് ബനാദിയാത്ത മാറിക്കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര സത്യസന്ധതയുള്ള ആൾക്കാരായിട്ട് മാറി. അപ്പോൾ ഏലസ് കൊണ്ട് കാര്യം ഉണ്ടായി എന്ന വിചാരത്തിൽ രാജാവ് ഭയങ്കര ഹാപ്പിയായി.
कुछ दिन बाद वह फिर वेश बदलकर उसी कर्मचारी के पास गई. പിന്നെയും രാജാവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് വീണ്ടും വേഷം മാറിയിട്ട് അതേ കർമ്മചാരീൻ്റെ അടുത്ത് പോവാണ്, അതേ സ്റ്റാഫിൻ്റെ അടുത്ത് പോവാണ്. ഉസ് ദിൻ 31 താരീഖ് തി. 31 എന്ന് വെച്ചാൽ 31. അന്ന് 31-ാം തീയതിയായിരുന്നു. മീൻസ് മഹീനെ കാ ആഖിരി ദിൻ, മാസത്തിൻ്റെ അവസാന ദിവസം. राजा ने फिर से 5 का നോട്ട് दिखाया और उसे लेकर जेब में रख लिया. ആ സമയത്തും രാജാവ് ഒരുപാട് പണികൾ പറഞ്ഞിട്ട് ഒരു 5 രൂപയുടെ നോട്ട് കൊടുത്തു. അപ്പോൾ ആ കർമ്മചാരി വേഗം അത് ഉസേ ലേക്കർ ജേബ് മേ രഖ് ലിയ. ജേബ് എന്ന് വെച്ചാൽ പോക്കറ്റ്. വേഗം വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചു. രാജാ ने उसका हाथ पकड़ लिया, बोले मैं तुम्हारा राजा हूँ, क्या तुम आज सदाचार का ताबीज बंद कर नहीं आए? അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് എന്നിട്ട് അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ രാജാവാണ്, എന്താ നീ ഇന്ന് സദാചാർ കാ താബീസ് കെട്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് രാജാവ് ചോദിക്കുകയാണ്. ബാന്ധാ ഹൈ സർക്കാർ എ ദേക്കിയേ. അപ്പോൾ ആ കെട്ടിയിട്ടുണ്ടല്ലോ, ഇതാ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഉസ്നെ ആസ്തീൻ ഛട്ടാക്കർ താബീസ് ദിഖാ ദിയ. അവരവരുടെ ഷർട്ടിൻ്റെ കൈ കുറച്ച് പൊക്കിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ കെട്ടിയിട്ടുണ്ടല്ലോ താബീസ്, ഇതാ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രാജാവിന് കാണിച്ചു കൊടുക്കുകയാണ്. രാജ അസ്മഞ്ജസ് മേ പട് ഗയി, ഫിർ ഐസ കൈസെ ഹോ ഗയാ. രാജാവ് അസ്മഞ്ജസ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ഇതെങ്ങനെ പറ്റി, കാരണം ഇത് കെട്ടിക്കഴിഞ്ഞാൽ സദാചാരികളാവുമല്ലോ, അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് പറ്റിയെന്ന് പറഞ്ഞിട്ട് രാജാവിന് ഭയങ്കര കൺഫ്യൂഷനായി. ഉനോനെ താവീസ് പർ ഖാൻ ലഗാക്കർ സുന. അപ്പോൾ രാജാവ് ആ ഏലസിൻ്റെ അടുത്ത് തൻ്റെ ചെവി വെച്ചിട്ട് നോക്കുകയാണ് എന്താ ഏലസ് പറയുന്നതെന്ന്. താബീസ് മേ സേ സ്വർ നിക്കൽ രഹേ തേ, അറേ ആജ് 31 ആജ് തോ ലേ. അപ്പോൾ താബീസ് എന്താ പറയുന്നത്, താബീസിൻ്റെ അകത്തുനിന്ന് സ്വർ നിക്കൽ രഹേ തേ, അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ശബ്ദം ഇതായിരുന്നു, അരേ ആജ് 31, അതെ ഇന്ന് 31-ാം തീയതിയാണ്. ആജ് തോ ലേ, ഇന്ന് വാങ്ങാം, ഇന്ന് വാങ്ങിച്ചാൽ കുഴപ്പമില്ല, ഇന്ന് വാങ്ങിച്ചോ എന്നാണ് താബീസ് പറയുന്നത്. അപ്പോൾ ഹരിശങ്കർ പർസായി ഹിന്ദി സാഹിത്യത്തിലെ വ്യംഗ്യ സമ്രാട്ടാണ്. അപ്പോൾ വ്യംഗ്യം എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭ്രഷ്ടാചാർ അല്ലെങ്കിൽ അഴിമതി, കൈക്കൂലി, അതൊക്കെ അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് കംപ്ലീറ്റായിട്ട് നിർത്താൻ നമുക്ക് പറ്റില്ല. അതിന് എന്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും അതിൻ്റെ അവസാനം ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഹരിശങ്കർ പർസായി ഈ സദാചാർ കാ താവീസ് എന്ന വ്യംഗ്യരചനയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. താങ്ക് യു.